കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണ തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദു മരിച്ചതിനു പിന്നാലെ ഉയർന്നതാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധം. എല്ലാം ഭദ്രമെന്ന് നമ്മൾ കരുതിയിരുന്ന നമ്മുടെ പൊതുജനാരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ ഒന്നൊന്നായി പുറത്തു വരാൻ തുടങ്ങി. താലൂക്ക് ആശുപത്രികൾ മുതൽ മെഡിക്കൽ കോളേജ്, ഹോസ്റ്റൽ വരെയുള്ള സ്ഥാപനങ്ങൾ തകരാൻ പാകത്തിൽ നിൽക്കുന്ന കെട്ടിടങ്ങളുടെ അവസ്ഥ വാർത്തകളിൽ നിറഞ്ഞു. ഇതോടെ മന്ത്രിയുടെ രാജി ആവശ്യം പ്രതിപക്ഷം കൂടുതൽ കടുപ്പിച്ചു. വകുപ്പിൽ വീഴ്ച വന്നാൽ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മന്ത്രി രാജിവെക്കുക എന്ന രാഷ്ട്രീയ കീഴ്വഴക്കമുണ്ട്. പ്രതിപക്ഷം എത്ര കടുപ്പത്തിൽ ആവശ്യപ്പെട്ടാലും രാജി വെക്കാതിരിക്കുക എന്ന കീഴ്വഴക്കവും ഉണ്ട്. ഇത് പക്ക രാഷ്ട്രീയ വിഷയമാണ്. മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുക എന്നത് പ്രതിപക്ഷ രീതിയും രാജി വെക്കാതിരിക്കുക എന്നത് ഭരണപക്ഷ രീതിയുമായി മാറിയിട്ട് കാലമേറെയായി. മന്ത്രി രാജിവെക്കുന്നോ ഇല്ലയോ എന്നതിനേക്കാൾ പ്രധാനമല്ലേ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്ന വീഴ്ചകളിൽ ശരിയുണ്ടെങ്കിൽ അത് തിരുത്തുക എന്നത്. ഒപ്പം പ്രതിപക്ഷം പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ അതും ചൂണ്ടിക്കാണിക്കപ്പെടണം. അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതാണ് ജനങ്ങളുടെ ആവശ്യം. രാജി ആവശ്യം തള്ളിയാലും അത് പാലിക്കാനായാൽ ഏതു സർക്കാരായാലും ജനപിന്തുണ കിട്ടും. അത്തരമൊരു മാറ്റമല്ലേ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിലും വേണ്ടത്.